എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഏത് ഏജൻസി ചൂസ് ചെയ്യും? ഏജൻസീസ് നമ്മൾ ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്തിരുന്നു, ഒരു ട്രസ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹയർ ആൻഡ് കെയറിനെ പറ്റി അറിഞ്ഞത്. 100% ട്രസ്റ്റബിൾ ആണ് ഹയർ ആൻഡ് കെയർ. ഹലോ, എൻ്റെ പേര് അലീന. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അമ്മ, അനിയൻ, ഞങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് എൻ്റേത്. +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് അന്ന് തൊട്ട് പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നേരം അത് നടന്നില്ല. അതിനുശേഷം ഞാൻ നഴ്സിംഗ് എടുത്തു. അതിനുശേഷം ഒരുപാട് കൺട്രീസ് നോക്കി. UK നോക്കി, കാനഡ നോക്കി, ഓസ്ട്രേലിയ ഒക്കെ നോക്കിയെങ്കിലും പക്ഷെ അവസാനം ജർമ്മനി കുറച്ചും കൂടെ നല്ലൊരു കൺട്രി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ജർമ്മനി ചൂസ് ചെയ്തു. ജർമ്മനി എന്നുള്ള കൺട്രി ചൂസ് ചെയ്തെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ, അത് പാസ്സാക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. പിന്നീടുള്ള എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു ഏത് ഏജൻസി ചൂസ് ചെയ്യും. അപ്പോൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ ഏജൻസീസിനെ അപ്രോച്ച് ചെയ്തു. ഉറപ്പായിട്ടും B2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഏജൻസീസ് നമ്മൾ ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്തിരുന്നു. ബട്ട് നമുക്കൊന്നും അങ്ങോട്ടൊരു ട്രസ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജർമ്മൻ മല്ലു കപ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഹയർ ആൻഡ് കെയറിനെ പറ്റി അറിഞ്ഞത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ആൻസി മാമിനോട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ മാം പറഞ്ഞൊരു വെബിനാർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് എന്നാലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഹയർ ആൻഡ് കെയർ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഒരു വെബിനാർ അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന നിലയിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ആ വെബിനാറിൽ പോയ നേഴ്സസിനെ, അതായത് പ്രോസസ്സിങ് ചെയ്ത നേഴ്സസിനെ വെച്ചിട്ട് അവർ വെബിനാർ തന്നു. അതിനകത്ത് നമുക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. അതായത് അവരുടെ ഏജൻസിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഹോൾ അല്ലാണ്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരികയും എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ ക്ലിയർ ആയിട്ട് ബിജി സാറും ആൻസി മാമും ശബരി സാറും എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു. ഫസ്റ്റ് വെബിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഹയർ ആൻഡ് കെയർ ഇവിടെ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ എത്താൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യം ആ വെബിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുപാട് നേഴ്സസിനോട് സംസാരിച്ചു. അതിനകത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രഷർ നമുക്ക് ഉറപ്പായിട്ടും ഡൗട്ട്സ് കാണുമല്ലോ. ആ ഡൗട്ട്സ് മൊത്തം ക്ലിയർ ചെയ്തു. ഡൗട്ട്സ് മൊത്തം ക്ലിയർ ചെയ്തിട്ട് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും അതും ഫസ്റ്റ് ഡേ വെബിനാർ തന്നെ ആദ്യം മുതൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഡൗട്ട് മൊത്തം എപ്പോൾ തീർന്നു അപ്പോഴാണ് മൊത്തം വെബിനാർ എന്തെങ്കിലും എൻഡ് ചെയ്തത്. അതിലൂടെ തന്നെ നമുക്ക് ഉറപ്പായി, കാരണം നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകില്ല ഹയർ ആൻഡ് കെയറിലൂടെ എന്നുള്ളത് ഉറപ്പുവരുത്തി. ഹയർ ആൻഡ് കെയറിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുറേ ഏജൻസിയുമായിട്ട് അപ്രോച്ച് ചെയ്തു. അവർ പറഞ്ഞു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ 2 months അല്ലെങ്കിൽ 3 months കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത് ഉറപ്പായിട്ട് അങ്ങനെ നടക്കില്ല എന്നുള്ളത്. തന്നെയല്ല ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഹയർ ആൻഡ് കെയറിൽ ഫസ്റ്റ് വെബിനാർ തന്നെ ബിജു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൃത്യം ഒരു ടൈം ഡ്യൂറേഷനും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഉള്ളിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തത് ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഒരു കോസ്റ്റ് പോലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് എല്ലാ ക്ലാസ്സിലുള്ള ഫാമിലീസിനും എല്ലാ ആൾക്കാർക്കും അത് ഏറ്റവും പറ്റിയൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് ഹയർ ആൻഡ് കെയറിൻ്റേത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻ്റർവ്യൂ പാസ്സാകുക എന്നുള്ളതാണ്. ആ ഇൻ്റർവ്യൂ എടുത്ത സമയത്തും അതുപോലെ ഞങ്ങൾക്ക് മഞ്ജു മാം സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സസും പ്രിപ്പറേഷൻസും ഒക്കെ തന്നു. ആൻഡ് അതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൽ. കാരണം എന്ത് പറയണം, എങ്ങനെയാണ് ജർമ്മൻസോട് സംസാരിക്കേണ്ടത് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ മഞ്ജു മാം അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ ഹോൾ ഹയർ ആൻഡ് കെയർ ടീം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വൈ ഹയർ ആൻഡ് കെയർ? അതിന് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിങ് വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം ബിജു സാർ തന്നെയാണ് പോയി സെറ്റ് ചെയ്ത് തന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്ന് എവിടെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, അവിടെ വന്ന് എന്ത് ചെയ്യണം എന്ന് വരെ ഇപ്പോൾ ബിജു സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഏജൻസി ബെർലിനിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. പേരൻസിനൊക്കെ എപ്പോഴും, എൻ്റെ പേരൻസിന് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിനും ഹയർ ആൻഡ് കെയറിനകത്ത് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബെർലിനിൽ തന്നെ സാറും അതുപോലെ തന്നെ ഹയർ ആൻഡ് കെയർ ഉള്ളത് കാരണം എപ്പോഴും എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനും പോകാനും അന്വേഷിക്കാനും ഒക്കെ വളരെ എളുപ്പവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് കൊച്ചുമോൾ. അമ്മ ഒരു ട്രാവൽ ഏജൻ്റ് ആണ്. ഇതെൻ്റെ ബ്രദർ അലൻ. അവൻ +2 കഴിഞ്ഞു. മോള് തന്നെയാണ് ഈ ഏജൻസി സെലക്ട് ചെയ്തത്. ആദ്യം ഹയർ ആൻഡ് കെയറിനെ പറ്റി എന്നോട് പറഞ്ഞപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ട്രസ്റ്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഓരോ സ്റ്റെപ്പുകൾ ചെല്ലും തോറും കൂടുതൽ നമുക്ക് അതിൽ വിശ്വാസം തോന്നി. ഓരോ കാര്യങ്ങളും അവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്തു തന്നത്. പ്രത്യേകിച്ച് ബിജു സാറും ആൻസി മാം എല്ലാ ഡൗട്ട്സും നമ്മൾ വിളിക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ തന്നെ മോളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും ചെയ്തു തന്നു. വളരെ താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഹെയർ ആൻഡ് കെയർ. പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഏജൻസിയിലൂടെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നതെന്ന്. അപ്പോഴൊക്കെ 100% ഷുവർ ഹൈർ ആൻഡ് കെയർ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയാണെങ്കിലും മുന്നോട്ടാണെങ്കിലും എന്നോട് ചോദിക്കുന്നവരോടും പിന്നെ എൻ്റെ കസിൻസ് ഫ്രണ്ട്സ് ആരൊക്കെ ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവരോടൊക്കെ ഉറപ്പായിട്ടും ഹൈർ ആൻഡ് കെയർ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് 100% ട്രസ്റ്റബിൾ ആണ് ഹൈർ ആൻഡ് കെയർ.